എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ റജബ് 27 ഏറ്റവും അതുല്യമായ ഒരു ദിവസം കൂടിയാണ്. മിഅ്റാജിന്റെ നോമ്പ് സുന്നത്തായ ദിവസം കൂടിയാണ്. ഈ വരുന്ന ഫെബ്രുവരി 8-ാം തീയതി വ്യാഴാഴ്ചയാണ് മിഅ്റാജിന്റെ സുന്നത്തായ നോമ്പ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ മൻ സോമ യൗമൻ 27 മിൻ റജബിൻ, റജബ് 27ന്റെ നോമ്പിനെ ഒരു മനുഷ്യൻ പിടിച്ചു കഴിഞ്ഞാൽ, അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കത്തബല്ലാഹു ലഹു സിയാമു 60 ശഹറ, അവൻ 60 മാസം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരത്തിൽ ശ്രേഷ്ഠതയുള്ള ഒരു പവിത്രമായ നോമ്പാണ് ഈ കടന്നു വരുന്ന വ്യാഴാഴ്ച ഫെബ്രുവരി 8-ാം തീയതി കടന്നു വരുന്നത്. ആ വ്യാഴാഴ്ചത്തെ സുന്നത്തായ നോമ്പിനും കൂടി കരുതിയാൽ അതിന്റെ സുന്നത്ത് കൂടി കിട്ടും. അങ്ങനെ അത്തരത്തിൽ കൃത്യമായ അള്ളാഹുവിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ജീവിതത്തിന്റെ കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങളുടെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു യാത്ര എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് റാഹത്താവും. എനിക്കിതൊന്നും കേൾക്കണ്ടല്ലോ, കാണണ്ടല്ലോ, ഇതൊന്നും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മൂഡ് അല്ലെ ഓഫ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മനോവിഷമം ബാധിച്ചിരിക്കുന്ന സമയത്ത് ഒരു യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് വല്ലാതെ കുളിർമ നൽകുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസത്തിലും വിഷമത്തിലും വിഷാദത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് അല്ലാഹു തആല സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടായിരുന്നു. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ഏറ്റവും വലിയ തുല്യമായ പ്രയാണങ്ങൾ അല്ലാഹു തആല നൽകിയത്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. വിശ്വാസത്തിന്റെ ഹൃദയത്തിന്റെ വിശ്വാസത്തിൽ ഒരു കണിക പോലും ഹൃദയത്തിലുള്ള സമൂഹമേ, മുസ്ലിം സമൂഹമേ, നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പച്ചയായ വിശുദ്ധമായ സൂറത്തുൽ ഇസ്രാഇന്റെ പ്രഥമമായ ആയത്താണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു അത്ഭുതത്തോടുകൂടി പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദീ, ഒരുവൻ എത്രയോ പരിശുദ്ധനായിരിക്കുന്നു. അസ്റാ ബിഅബ്ദിഹി, അവന്റെ ദാസൻ ഇസ്രാഇന്റെ യാത്ര നടത്തിപ്പിച്ച അല്ലാഹുവേ, നീ എത്രയോ പരിശുദ്ധനാണ്. രാപ്രയാണം നടത്തിച്ച ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല. വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് എത്രയോ കിലോമീറ്റർ, എത്രയോ ദിനങ്ങൾ താണ്ടി കടക്കേണ്ട പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യിപ്പിച്ചുകൊണ്ട് സുബഹിക്ക് മുന്നേയുള്ള സമയത്ത് എത്തിച്ചേരാൻ പോലും സാധ്യമാകാത്ത അത്രയ്ക്കും വണ്ണമായ ദൂരമുള്ള, അത്രയ്ക്കും വല്ലാത്ത ദൂരമുള്ള ആ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു തആല ഒരു രാത്രിയുടെ ചില നിമിഷങ്ങൾ കൊണ്ട് അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ച ഏറ്റവും വണ്ണമായ ഇസ്രാഇന്റെ ചരിത്രമുണ്ടല്ലോ. ആ ബൈത്തുൽ മുഖദ്ദസ് ഏഴാം ആകാശത്തേക്ക് അല്ലാഹു തആല കൊണ്ടുപോയി മിഅ്റാജിന്റെ ഏറ്റവും അതുല്യമായ ചരിത്രം സൃഷ്ടിച്ച വിശുദ്ധമായ ആ മിഅ്റാജിന്റെ ചരിത്രമുണ്ടല്ലോ, ഒരു വിശ്വാസിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. ആ അല്ലാഹു തആലയുണ്ടല്ലോ, അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും ശത്രുക്കളുടെ ഓരോ ഊഹാപോഹങ്ങൾ പോലും പൂർണ്ണമായി മനസ്സിലാക്കുകയും എന്താണ് പ്രവാചകനെ കുറിച്ചെന്ന്, എന്താണ് ശത്രുക്കൾ പറഞ്ഞു കൂട്ടുന്നത് എന്ന് പോലും അല്ലാഹു സസൂക്ഷ്മം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനാണ്. വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല നബി തങ്ങൾക്ക് നൽകിയ അതുല്യമായ പ്രയാണമായിരുന്നു ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ഏറ്റവും സത്യസന്ധമായ യാത്ര. വിശുദ്ധമായ ഖുർആന്റെ മുഫസ്സിരീങ്ങൾ വിശുദ്ധമായ ഇസ്രാഉം മിഅ്റാജും ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ഒരു സ്വപ്ന കഥയല്ലേ ഉസ്താദേ എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്വപ്ന കഥയായി മനസ്സിലാക്കുന്നവർക്കൊക്കെ വിശ്വാസത്തിന്റെ കൃത്യമായ കാര്യം ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം.
അബ്ദിഹി എന്ന തന്റെ ദാസനെ രാപ്രയാണം നടത്തിച്ച അല്ലാഹു തആല. അബ്ദ് എന്ന് പറഞ്ഞാൽ ശരീരത്തോടു കൂടി എന്ന മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ രേഖപ്പെടുത്തിയത്. ആത്മാവ് മാത്രമല്ല, സ്വപ്നം മാത്രമല്ല, തന്റെ ശരീരത്തോടു കൂടി യാത്ര ചെയ്യിപ്പിച്ച അല്ലാഹു ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരികമായ പ്രയാണമായിരുന്നു. ശാരീരികമായ പ്രയാണമായിരുന്നു, ഒരു സ്വപ്ന കഥയായിരുന്നുവെങ്കിൽ, സ്വപ്നത്തിന്റെ ചരിത്രമായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് മക്കയിലെ മുശ്രിക്കുകളും ജൂതന്മാരുമൊക്കെ ഇതിനുവേണ്ടി കോലാഹലം ഉണ്ടാക്കുമായിരുന്നില്ല. കാരണം എന്താ? അതൊരു സ്വപ്ന കഥയാണല്ലോ, സ്വപ്നമാണല്ലോ. എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നത്തിന്റെ പേരിൽ അടിപിടി കൂടേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായിരുന്നു, ശരീരം കൊണ്ടുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് അവിടെ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വിശുദ്ധമായ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര നടത്തുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യാത്രയിലാണ്. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് സംഭവം അറിയുന്നത്. യാത്ര മധ്യേ ശത്രു സമൂഹത്തിലെ ചിലർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ, ഇന്നലെ രാത്രി ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമായി നടന്നിരുന്ന കുറെ പേർ അതിൽ വിശ്വസിക്കാൻ സാധ്യമാകാതെ മുർത്തദായി പോയിട്ടുണ്ട്. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇൻ കാന ഖാല ദാലിക ലഖദ് സദഖ. അങ്ങനെയാണോ പറയുന്നത്? എന്റെ റസൂൽ ഇസ്രാഉം മിഅ്റാജും ഇങ്ങനെ നിശായാത്ര നടത്തിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, അത് സത്യമായിരിക്കും. അത് സത്യമാണ്, തീർച്ചയായും അത് സത്യമാണ്. എന്നിട്ടോ വീണ്ടും ചോദിക്കുന്നു, വിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്നും കിലോമീറ്ററോളം അല്ലെങ്കിൽ എത്രയോ ദിനരാത്രങ്ങൾ കൊണ്ട് താണ്ടിക്കടക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു സുബഹിക്ക് മുന്നേ, ഒരു രാത്രിയിൽ തുടങ്ങി ഒരു സുബഹിക്ക് മുന്നേ എത്തിച്ചേരുന്ന ആ യാത്രയെ താങ്കൾ വിശ്വസിക്കുകയാണോ? ശത്രു സമൂഹത്തിലെ ചിലർ ചോദിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നഅം, അതെ, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇന്നി ലഉസദ്ദിഖുഹു ബിമാ ഹുവ അബ്അദു മിൻ ദാലിക. ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ വിശ്വാസ കാര്യങ്ങളെ ഞാൻ എത്രയോ ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആകാശത്ത് നടന്ന സംഭവ വികാസങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലിദാലിക സുമ്മി അബൂബക്കർ. ഈ വാർത്ത കേട്ടയുടനെ ഒരു ചാഞ്ചല്യം പോലും ഇല്ലാതെ, മനസ്സിലൊരു സംശയത്തിന്റെ രൂപം പോലും ഇല്ലാത്ത രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാർത്ത കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൃത്യമായി ഇത് വിശ്വസിച്ചു. അതിന്റെ പേരിലാ അബൂബക്കർ സിദ്ദീഖ് എന്ന സ്ഥാന പേര് കിട്ടിയത്. നമ്മളെല്ലാവരും പേര് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ അബൂബക്കറിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് എന്ന സ്ഥാന പേര് കൂടി, അപരനാമം കൂടി കിട്ടാൻ കാരണം ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ഈ വാർത്ത കൃത്യമായി അത് വിശ്വസിച്ചു എന്നതിന്റെ പേരിലാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും മഹാന്മാരോടൊപ്പം കൃത്യമായി ദീനിന്റെ കാര്യങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥർ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും പ്രതിസന്ധികൾക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്ന വിശുദ്ധമായ മിഅ്റാജ്, വിശുദ്ധമായ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ വിശുദ്ധമായ പ്രതീക്ഷ നൽകുന്ന ഒരു മിഅ്റാജാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്.
എന്താണ് നാം ചെയ്യേണ്ടത്? വിശുദ്ധമായ മിഅ്റാജുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സൂറത്ത് റൂമിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട് വകാന ഹഖ്ഖൻ അലൈനാ. അല്ലാഹു തആല പറഞ്ഞു വകാന ഹഖ്ഖൻ അലൈനാ, നമ്മുടെ ബാധ്യതയാണ് നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത്. മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടുവരുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ കൃത്യമായ നിലപാടുകളും കൃത്യമായ പോക്കും വരവും ഒക്കെ നാം കണ്ട് ചിന്തിച്ചു നോക്കുമ്പോൾ അന്താളിച്ചു നിൽക്കേണ്ടവരല്ല വിശ്വാസികൾ. വിശ്വാസികൾക്ക് ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നേരിടേണ്ടി വരും. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബാബരി മണ്ണിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം കടന്നു വന്നു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ അടുത്ത ഗ്യാൻവാപ്പി മസ്ജിദ് പിടിച്ചെടുത്തു. ഔദ്യോഗികമായി നീതിപീഠം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നീതിപീഠം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അനീതിപീഠങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അണിയറ പ്രവർത്തകരായി നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം തകർത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ പലപ്പോഴും അവർ ദുഃഖിതരാണ്. പക്ഷേ അല്ലാഹു തആല പറയുന്നു വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കാൻ അല്ലാഹു തആല ബാധ്യസ്ഥനാണ്. അല്ലാഹുവിന്റെ ദൗത്യ ബാധ്യതയാണത്. പക്ഷേ ഒരു കാര്യം മുഅ്മിനീങ്ങളായിരിക്കണം. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി സഹായിച്ചു. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ധന്യമായ യാത്രകൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഓരോ പ്രഭാതത്തിലും സുബ്ഹി നമസ്കാരത്തിൽ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവേ നീ ഏറ്റെടുക്കണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊണ്ടുവരുമ്പോ നാം നമസ്കാരത്തിലെ സുബ്ഹി നമസ്കാരത്തിലെ ഖുനൂത്തിൽ അല്ലാഹുവിനോട് ചോദിക്കാറുണ്ട് വതവല്ലനി ഫീമൻ തവല്ലൈത, അല്ലാഹുവേ നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഏറ്റെടുക്കണമല്ല. സമ്പൂർണമായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ചേർക്കണമല്ല. അവരുടെ കാര്യങ്ങൾ പുഷ്പം പോലെ അല്ലാഹു എല്ലാം സാധ്യമാക്കി കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ സ്വഹാബത്ത് ഉൾപ്പെടെ അമ്പിയാക്കൾ ഔലിയാക്കൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് ദുനിയാവിന്റെ പ്രശ്നമായി തോന്നിയിട്ടില്ല. മറിച്ച് അവർ കൃത്യമായി അല്ലാഹുവിനെ കൃത്യമായി ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. അവർ കൃത്യമായി മുഅ്മിനീങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാണോ ആ മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് അല്ലാഹു തആല സ്വന്തമായി പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ആ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റിയിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാകണം. വതവല്ലനി ഫീമൻ തവല്ലൈത. ഓരോ സുബ്ഹി നമസ്കാരത്തിലും ഖുനൂത്തിന്റെ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും പറയാറുണ്ട് അല്ലാഹുവേ എന്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിനെ പരിപൂർണമായി സൂക്ഷിച്ചുകൊണ്ട് മുഅ്മിനായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്.